ഹലോ, 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ട്രിബ്യൂട്ടറി ഓഫ് റിവർ കാവേരി. നമുക്കറിയാം കബനിയാണ് അല്ലേ? ഓക്കെ, കബനിയാണ്. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് നാഷണൽ ലെവൽ സ്ട്രഗിൾ ഹെൽഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി? അതേതാണ്? നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് അല്ലേ? അത് ബി ആണ് കേട്ടോ ഓപ്ഷൻ. അടുത്ത് നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് എക്സാമ്പിൾ ഫോർ സ്റ്റേറ്റ് സർവീസ്. അതേതാണ്? അഗ്രികൾച്ചർ ഓഫീസറാണ് കേട്ടോ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്? ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏജ് സ്ട്രക്ചറാണ് കേട്ടോ. ഡി ആണ് ഓപ്ഷൻ. ഡി ആണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് നോൺ ആസ് ദ കോട്ടോണോപോളിസ്? അത് മുംബൈ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, മുംബൈ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ എനി 3 മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി. നമുക്കറിയാം സോഷ്യൽ സർവേ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി അല്ലേ? ഓർമ്മ ഉണ്ടാവില്ലേ? സോഷ്യൽ സർവേ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി കേട്ടോ. പിന്നെ ഒബ്സർവേഷനും ഉണ്ട്. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതിന് ബാക്കി ക്വസ്റ്റ്യൻസിന് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് വായിക്കാം, ആൻസറിന് ഞാനിങ്ങനെ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിക്കോളൂ. വാട്ട് ആർ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്? 8th ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ കാണിച്ചു തരാം, ആൻസർ കാണിക്കാം. സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വായിച്ച് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒരു തവണ വായിച്ച് നോക്കുക, ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ടീ പ്ലാന്റേഷൻ ഇൻ ഇന്ത്യ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ആസാമെന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊക്കെയാണ് ടീ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ദ വേൾഡിൽ ഇന്ത്യ ആണ്. പിന്നെ നമ്മൾ ടീ പ്രൊഡക്ഷൻ എവിടേക്കാണ്? നേരത്തെ പറഞ്ഞല്ലോ, കേരള, ആസാം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എന്നൊക്കെയാണ്. പിന്നെ വേണ്ട ടെമ്പറേച്ചർ ഇതാ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത സോയിലിൻ്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൽ ഡ്രെയിൻ സോയിൽ, റിച്ച് ഹ്യൂമസ് കണ്ടന്റ് ഇൻ റിക്വയർഡ് ഫോർ ദിസ് പ്ലാന്റേഷൻ ക്രോപ്സ്. ഓക്കെ, എക്സ്പ്ലെയിൻ എനി 3 അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ 3 അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഓക്കെ, അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ? അപ്പോൾ വൈകുണ്ഠസ്വാമികൾ നമുക്കറിയാം സമത്വ സമാജമാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘമാണ് അല്ലേ? യെസ്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജമാണ് കേട്ടോ. ഇതൊക്കെ ഓർത്ത് വെക്കണേ. ഓക്കെ ആണല്ലോ. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്താണ്? ലാസ്റ്റ് ഓപ്ഷൻ കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്. 12th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മെയ്ഡ് ഗാന്ധിജി ടു സെലക്ട് സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷിനെതിരെ പവർഫുൾ വെപ്പണായിട്ട് സോൾട്ട് എടുക്കാനുള്ള കാരണം എന്താ? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നോക്കാം. തേർട്ടീൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് വെൻ കംപ്ലൈൻറ്റ്സ് അബൌട്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി ഫയൽഡ്? പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, 6 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നല്ല പ്രിപ്പയർ ചെയ്ത് പോകണം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് വരികയെന്ന് അറിയില്ല. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച്. ഓക്കെ, 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം കേട്ടോ. ഇതൊക്കെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അച്ചീവ് ചെയ്തിട്ടുള്ള
സ്പേസ് റിസർച്ചിൽ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. പോയിൻറ്റ്സ് ആക്കിയിട്ട് 5 പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ ISRO ഒക്കെ ഇതിൽ പെടുന്നതാണ്. ISRO എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ. ISRO എന്ന് പറയും, ഇസ്രോ എന്നും അത് പ്രൊനൗൺസ് ചെയ്യാറുണ്ട് കേട്ടോ. മുൻപൊക്കെ ISRO എന്നാണ് പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നീട് അത് ഇസ്രോ ആയി. ഓക്കെ, ഓക്കെ 15th ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കൊരു 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? റിവർ നർമ്മദ തന്നിട്ടുണ്ട്, മാൽവ പ്ലാറ്റി തന്നിട്ടുണ്ട്, ഈസ്റ്റേൺ ഗഡ്സ് ആൻഡ് കൊച്ചി പോർട്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമുക്ക് അവർ തന്നിട്ടുള്ള മാപ്പിൽ എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. നിങ്ങൾക്ക് ഒരു മാപ്പ് തരും, അതിൽ നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തി കൊടുക്കുക. നോക്കാം. ഈസ്റ്റേൺ ഗഡ്സ് ഉണ്ട്, കൊച്ചി പോർട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ റിവർ നർമ്മദ ഉണ്ട്, മാൽവ പ്ലാറ്റി ഉണ്ട്. നോക്കാം. ഓക്കെ, ഇതാ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാപ്പിൽ അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നോക്കാം കേട്ടോ. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ നാഷണൽ ലീഡേഴ്സ് നോൺ ആസ് ലാൽ ബാൽ പാൽ കേട്ടോ. ഓക്കെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, അവരെ 3 പേരെയാണ് ലാൽ ബാൽ പാൽ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ ഇൻഫർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണലിസം. റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് 5 പോയിൻറ്റ്സും വായിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. 17th ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഓർ ഗിവ് റീസൺസ് ഫോർ ദ ഒക്കറൻസ് ഓഫ് സീസൺസ്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സ് ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്, subpolar low pressure belt and polar high pressure belts. Okay, 17th or question ഒന്നുകൂടെ നോക്കാം. Give reasons for the occurrence of season. നോക്കാം. അപ്പോൾ സീസൺ ഉണ്ടാവേണ്ട കാരണം എന്തൊക്കെയാ? Tilt of earth axis revolution, the parallelism of the earth axis, apparent movement of the sun. 18th question നോക്കാം. Write any 3 features of permanent land revenue settlement. ഓക്കെ, ഇതൊക്കെ വായിച്ച ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പതിനെട്ടിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഹു റോട്ട് ദ പ്ലേ നീൽ ദർപ്പൺ? ആരാണ് എഴുതിയത്? നമുക്കറിയാം, ദീൻബന്ധു മിത്രയാണ് അല്ലേ. ഹൗ ഡിഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് ഇന്ത്യൻ നാഷണലിസം? ആൻസർ നോക്കുക. അടുത്തത് എങ്ങനെയാണത് ഇന്ത്യൻ നാഷണലിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നാണ് അടുത്ത പോയിന്റ്. ഓക്കെ ആണല്ലോ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ചിട്ടൊക്കെയായിരുന്നു ഈ പ്ലേയിൽ ഉണ്ടായിരുന്നത് അല്ലേ. അതെ, ഇത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഭാഗത്തുള്ള ഫാമേഴ്സിനെയും ട്രിഗർ ചെയ്തു അല്ലേ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇതിലെ ഇൻസിഡൻസ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്. ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 4 പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ്സ് 4 വായിക്കണം കേട്ടോ, അപ്പോഴേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു 2 തവണയൊക്കെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇത്തവണത്തെ മോഡൽ ക്വസ്റ്റ്യനിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് സിവിക് കോൺഷ്യസ്നെസ്? ഇലുസിഡേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നെസ്. ഓക്കെ, ഇത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അല്ലേ.
യെസ്, 19ൻ്റെ ഓർ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ നോക്കാം. പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ആൻസർ നോക്കാം. ചിലതൊന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ. വായിച്ച് പോകുമ്പം ടൈം കുറേ അങ്ങോട്ട് പോകും. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ. 20ൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അവർ ലോണൊന്നും പ്രൊവൈഡ് ചെയ്യില്ല അല്ലേ. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. എല്ലാം ഒന്നും ഓർത്ത് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും. 21ൻ്റെ ഓർ ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് അസോസിയേഷൻസ് ആൻഡ് മീഡിയ ഇൻ ഫോസ്റ്ററിങ് സിവിക് കോൺഷ്യസ്നെസ്. ഇരുപത്തൊന്നിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ മറന്നുപോയി. വാട്ട് ആർ ദ തിയറീസ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്? യെസ്, ഫസ്ലലീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ? അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഏതൊക്കെ തിയറികളാണ്? ഡിവൈൻ റൈറ്റ് തിയറി, ഇവല്യൂഷൻ തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി ആൻഡ് പവർ തിയറി അല്ലേ? ഓക്കെ, ഇരുപത്തിരണ്ട് നോക്കാം. എക്സ്പ്ലെയിൻ ദി 2 ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, അത് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. GISൻ്റെ പാർട്ട്. പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട് അല്ലേ? Remote sensing is carried out with the help of solar energy is known as a passive remote sensing അല്ലേ? ഇപ്പോൾ സൺലൈറ്റ് ആണ് അല്ലേ നോക്കുന്നത്? അല്ല, മീൻസ് അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി. നെക്സ്റ്റ് ആകുമ്പം ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആകുമ്പം റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദ എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, വാട്ട് ഈസ് കോണ്ടൂർ ഇൻ്റർവെൽ? എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ spacing of contours and slope of landform. 22ൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ, ഓർ ക്വസ്റ്റ്യൻ ആണേ. കോണ്ടൂർ ഇൻ്റർവെല്ലൊക്കെ ഓർമ്മയില്ലേ? അത് ചിലപ്പോൾ 1 വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, സ്റ്റീപ്പ് സ്ലോപ്പ്, ജെൻറ്റിൽ സ്ലോപ്പ് നോക്കണം. ഓക്കെ ആണല്ലോ? യെസ്. 23ാമത്തെ നോക്കാം. മെൻഷൻ ദ ഗോൾസ് ഓഫ് ഫിസ്ക്കൽ പോളിസി.
ഗോൾസ് കൊടുത്തിട്ടുണ്ട്, 4 പോയിന്റ് ഉണ്ട് കേട്ടോ. 23ൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ വേസ് ഇൻ വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ്. സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ടാവും അല്ലേ, പിന്നെ കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ റിക്കറിങ് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ആദ്യം ഇത് രണ്ടും നോക്കാം അല്ലേ, ഇത് 3 നോക്കാം. ഓക്കെ, 3 വായിച്ച് നോക്കണേ. റിക്കറിങ് ഡെപ്പോസിറ്റ് ഞാനും കൂടെ വായിക്കുമ്പോൾ കുറേ ലെങ്തായി പോവും, അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ലോക്കൽ വിൻസ്? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ലോക്കൽ വിൻസ്. ലോക്കൽ വിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിന്നെ ഇവിടെ നമുക്ക് 2 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ, 2 ലോക്കൽ വിൻസ്, ചിനൂക്കും ലൂവും തന്നിട്ടുണ്ട്. അതെന്താണെന്ന് എഴുതാനും കൂടി പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, യെസ്, ലോക്കൽ വിൻഡിൻ്റെ എഫക്റ്റ് എന്താണെന്നാണ് പറഞ്ഞത്? ഒരു ചെറിയ ഏരിയയിലാണ് അല്ലേ അതുണ്ടാവുക, അതിൻ്റെ എഫക്ട്സ് ഉണ്ടാവുക. ചിനൂക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെവിടുന്ന് എങ്ങോട്ടാണ് അടിക്കുന്നത് ചിനൂക്ക്? ദാറ്റ് ബ്ലോസ് ഡൗൺ ദ ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി റോക്കി മൗണ്ടെയ്ൻസ് ഓഫ് നോർത്ത് അമേരിക്ക അല്ലേ. ചിനൂക്കിൻ്റെ അർത്ഥം എന്താ? സ്നോ ഈറ്റർ എന്നാണ് കേട്ടോ. അടുത്താണ് നമ്മുടെ ലൂ. രാജസ്ഥാൻ ഡെസേർട്ടിലല്ലേ. ഓക്കെ, ദിസ് വിൻ ബ്ലോയിങ് ഫ്രം ദ രാജസ്ഥാൻ ഡെസേർട്ട് റൈസ് ദ സബ്മർ ടെമ്പറേച്ചർ ഓഫ് ദി നോർത്തേൺ ഇന്ത്യ പ്ലെയിൻസ്. ഓക്കെ ആണല്ലോ. 25th ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. ഹിൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മെർക്കന്റലിസ്റ്റ് ലോ തന്നിട്ടുണ്ട്, കോണ്ടിനെൻ്റൽ കോൺഗ്രസും തന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഒത്തിരി എഴുതാനുണ്ടാവും കേട്ടോ. മെർക്കന്റലിസ്റ്റ് ലോ ആണ് കേട്ടോ പറയുന്നത്. കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫസ്റ്റ് ആണിത് പറയുന്നത്. ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതൊന്നുകൂടെ കാണിക്കാം. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഇനിയാണ് സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് റിസൾട്ട് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ.
കഴിഞ്ഞു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം മറ്റു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പം നിങ്ങൾക്ക് എക്സാം ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ടെക്സ്റ്റൊക്കെ നന്നായിട്ട് എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോയിൻറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ബായ്.